ഇന്ന് പത്രമാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതിൽ ജസ്റ്റ് കോണ്ടന്റ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രമുഖ കലാകാരി അഭിനേത്രിയായ കുമാരി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ആ ഫയലിംഗ് നടത്തിയത്. കാര്യം അന്ന് രാവിലെയാണ് ഹണി റോസ് നേരിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഹൈക്കോടതി കേസ് മെൻഷൻ ഇട്ട് കേസ് പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങൾ കൂടി അറിയാൻ ഉള്ള അവസരത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നു. പ്രസ് റിലീസിന്റെ ഭാഗമായി 2-3 കാര്യങ്ങൾ വളരെ എഴുതി തയ്യാറാക്കി തന്നെ വരുന്നതിന്റെ കാര്യം ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആദ്യത്തെ കാര്യം, ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ്. ഏത് കേസ് വന്നാലും അതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുത്ത നിലപാടിനോട് ഒപ്പമാണ് നിന്നത്. അത് വലിയൊരു കാര്യമാണ്. പുരുഷന്മാരെ പൊതുവെ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ്. അതിന് വലിയ നന്ദി അവരോട് പറയുന്നു. ഹണി റോസിനോടുള്ള ആദരവോടുകൂടിയുള്ള വിമർശനം, സോഷ്യൽ ഓഡിറ്റ്, ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും മദർ തെരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ അടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ ഹണി റോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട്? ഹണി റോസിനെ അധിക്ഷേപിക്കരുത്, അപമാനിക്കരുത്, അസഭ്യ വാക്കുകൾ പറയരുത്, ദ്വയാർത്ഥ വാക്കുകൾ പറയരുത്, വളരെ ശരിയാണ്. എന്നാൽ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ഹണി റോസിനെതിരെ ബോച്ചയുടെ പരാമർശം, ദ്വയാർത്ഥ പ്രയോഗമുള്ള കുന്തി ദേവി എന്ന പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും അതിന് ബോച്ചെ മാപ്പ്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കടുപ്പമാണെന്നിരുന്നാൽ പോലും ആത്മഹത്യയിലേക്ക് ഞാൻ തെളിയിടാൻ ശ്രമിക്കുന്നു ഒക്കെയാണ്. അതൊക്കെ വളരെ സീരിയസ് വാക്കുകളാണ്, അത് ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് വിഷമമുണ്ടെന്ന് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു, അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു.